പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഡാറ്റ അഥവാ നമ്മുടെ നെറ്റ് പെട്ടെന്ന് തീരാതിരിക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ സെറ്റിംഗ്സിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിലെ പല വീഡിയോകൾക്കും ഹൈ റെസൊല്യൂഷൻ ആണ് ഉള്ളത്. ഇത്തരം ഹൈ റെസൊല്യൂഷൻ ഉള്ള വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആ വീഡിയോയുടെ പിക്ചർ ക്ലാരിറ്റി വർദ്ധിക്കുന്നതാണ്. രണ്ട്, അതോടൊപ്പം തന്നെ വീഡിയോയുടെ MB സൈസും വർദ്ധിക്കുന്നതാണ്. ഇങ്ങനെ MB സൈസ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് അത്തരം വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റയും പെട്ടെന്ന് കുറയുന്നത്. അതേപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ ഉള്ള വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ ബാറ്ററിക്ക് ലോഡും വർദ്ധിക്കുന്നതാണ്. എന്നാൽ ഹൈ റെസൊല്യൂഷൻ ഉള്ള വീഡിയോകളുടെ റെസൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓട്ടോമാറ്റിക് ആയിട്ട് ആ വീഡിയോയുടെ MB സൈസും കുറയുന്നതാണ്. അതേപോലെ ആ വീഡിയോ പ്ലേ ചെയ്യാനുള്ള മൊബൈലിന്റെ ബാറ്ററിയുടെ ലോഡും കുറയുന്നതാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മൊബൈൽ ഡാറ്റ പെട്ടെന്ന് കുറയാത്ത രീതിയിൽ നമുക്ക് യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും വീഡിയോകൾ എങ്ങനെ പ്ലേ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. ആ ലൈക്ക് ബട്ടന്റെ അപ്പുറത്തായിട്ട് കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇതുപോലെ കാണാം. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് 3 വരകൾ കാണുന്നില്ലേ, 3 ലൈൻസ്, അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലായി സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്യുക. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സ്ക്രീൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡേറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഡേറ്റ സേവർ, അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി തുടങ്ങിയ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഇവിടെ നമ്മൾ കൂടുതലൊന്നും ചെയ്യാനില്ല. ആ ഡേറ്റ സേവർ എന്ന് കാണുന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഭാഗത്ത് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ ആ ഡേറ്റ സേവർ എന്ന ഓപ്ഷൻ എനേബിൾ ആയി കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും അവയിൽ ഹൈ റെസൊല്യൂഷനുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ അവയുടെ റെസൊല്യൂഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടേ പ്ലേ ആവുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഡേറ്റ ലാഭിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ആ ഡേറ്റ സേവർ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തപ്പോൾ ഇവിടെ താഴെ ഹൈ റെസൊല്യൂഷൻ മീഡിയ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ വൈഫൈ ഓൺലി ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഹൈ റെസൊല്യൂഷൻ മീഡിയ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നെവർ, വൈഫൈ ഓൺലി, മൊബൈൽ പ്ലസ് വൈഫൈ തുടങ്ങിയ ഓപ്ഷനുകൾ. നെവർ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈ റെസൊല്യൂഷനിൽ വീഡിയോകൾ പ്ലേ ആവുകയേ ഇല്ല. എന്നാൽ വൈഫൈ ഓൺലി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വൈഫൈ ഉപയോഗിക്കുമ്പോൾ മാത്രം വീഡിയോകൾ ഹൈ റെസൊല്യൂഷനിൽ പ്ലേ ആവുന്നതാണ്. ഇനി അതിന് താഴെയുള്ള മൊബൈൽ പ്ലസ് വൈഫൈ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് സെലക്ട് ചെയ്യുന്നതും നമ്മൾ ഡേറ്റ സേവർ എന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഇനി ഇവിടെ താഴെ അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് റെസൊല്യൂഷൻ കൂടുതലുള്ളതാണെങ്കിൽ, അതായത് ആ വീഡിയോയുടെ MB സൈസ് ഹൈ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് അത് അപ്ലോഡ് ആവുക. അങ്ങനെ MB സൈസ് കൂടുതലുള്ള വീഡിയോകൾ അതേപോലെ തന്നെ അപ്ലോഡ് ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും ഡേറ്റ നഷ്ടമാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യാതെ ഇതേപോലെ തന്നെ വിടുകയാണെങ്കിൽ നമുക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസൊല്യൂഷൻ ഹൈ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ കുറഞ്ഞുകൊണ്ടാണ് വീഡിയോകൾ അപ്ലോഡ് ആവുക.
അപ്പോൾ ഹൈ റെസൊല്യൂഷനുള്ള വീഡിയോകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അപ്ലോഡ് ആകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതേപോലെ വിടുന്നതാണ് നല്ലത്. എങ്കിലേ നമുക്ക് ഡേറ്റ ലാഭിച്ചുകൊണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഡേറ്റ സേവർ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ടും അതേപോലെ അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി എന്ന ഓപ്ഷൻ ഇതേപോലെ തന്നെ ഡിസേബിൾ ആക്കി വെച്ചുകൊണ്ടും നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡേറ്റ ലാഭിക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ഗുഡ് ബൈ.